ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ്. അപ്പോൾ വെൽക്കം ടു ഡേ 8 ഗൈസ്. സക്സസ്ഫുള്ളി ഡേ 8 വരെയൊക്കെ പോകുന്നുണ്ട് അല്ലേ, കൊള്ളാം. അപ്പോൾ ഞാൻ താഴെ ഒന്ന് പോയി നോക്കട്ടെ. നമ്മളുടെ ശ്രീവിൻ സാർ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒളിച്ച് കളിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് ക്യാമറ കണ്ടോ, ചെറിയ ചെറിയ രാവിലത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒളിച്ച് കളി, ഇടിച്ച് കളി, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ. അപ്പോൾ എന്നെ ഫേസ് ചെയ്യാതെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വെറുതെ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ കൊണിയാരം കാണിക്കുക എന്ന് പറയും. കുഞ്ഞു പിള്ളേരിങ്ങനെ ചുമ്മാ കിണുങ്ങില്ലേ, അപ്പോൾ അങ്ങനെ കിണുങ്ങിയതാണ് ആശാൻ. ആ ആ ആ ആ കണ്ട 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 അങ്ങനത്തെ ചില തോന്നിവാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ രാവിലെ ശ്രീവിൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ വീണ്ടും ഗോതമ്പ് ദോശയാണ്. ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ പോയതാട്ടോ. അപ്പോൾ ഫ്രഷ് ആവാൻ പോയപ്പോൾ ശ്രീകുട്ടൻ ടേക്ക് ഓവർ ചെയ്തു കിച്ചൺ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഹലോ ഗൈസ്, ഞാൻ എന്താ പറയുക, രാവിലത്തെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ ടൈം ഫോണിലായിരുന്നു. അതാണ് ഞാനിപ്പോൾ വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച്. ഒന്നുമില്ല, രാവിലത്തെ നമ്മളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഹാപ്പി വ്ളോഗായിരിക്കും ഇപ്പോൾ. അപ്പോൾ എന്തായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയ്ക്ക് പോയി ശ്രീകുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ടേക്ക് ഓവർ ചെയ്ത് ഞാൻ പോയി കുളിച്ച് സെറ്റായി. ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പപ്പനെയും എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഓൾ ഗുഡാണ്. പപ്പനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് സൂപ്പറായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ എന്താണ് ഞാൻ പറയാൻ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് റൗണ്ട് ശ്രീകുട്ടൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതേ ശ്രീകുട്ടൻ ഉറങ്ങാൻ പോയി. ഇനി ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ്, ഇന്ന് 5 മണി വരെയാണ് സമയം. അപ്പോൾ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 മണിക്ക് പോയിട്ട് ഞാൻ തോണ്ടി വിളിക്കും, എണീപ്പിക്കും. ഓക്കെ, ഇനി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പോകും വഴി കാണാം. ഓക്കെ, ആക്ച്വലി എൻ്റെ വർക്ക് അത്ര ഹെക്റ്റിക് ഒന്നുമല്ല കേട്ടോ. കുറച്ച് സമാധാനപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഗൈസ് കുറച്ചധികം എന്താ പറയുക, ബിസിയാണ് ഞാൻ വർക്കിൽ. അപ്പോൾ ഈ എണീക്കാൻ പറ്റാറില്ല. കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് ഞാനൊരു കഷ്ടപ്പെട്ടൊരു 10 മിനിറ്റ്സ് എടുത്തിട്ട് ഞാനായിട്ട് തന്നെ കുറച്ച് നേരം വാക്ക് ചെയ്ത് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് പിന്നെ ഇപ്പോൾ അത് സ്ക്വാട്ട്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഞാനൊരു പറ്റുന്ന ദിവസം, ഞാനിത് റെഗുലർ ആക്കിയിട്ടില്ല, ആക്കണം. പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഞാനൊരു 30 സ്ക്വാട്ട്സ് ഒക്കെ എടുത്ത്, പിന്നെ ഇപ്പോൾ നമ്മളുടെ എക്സസൈസ് ബോളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലെയൊക്കെ കുറച്ച് ഗുസ്തി കൂടും. അപ്പോൾ എനിക്ക് കുറച്ച് റിലാക്സിങ് ആണ് ആൻഡ് നല്ലതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ബോഡി കണ്ടീഷൻ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി കുറച്ച് സ്ട്രെച്ചിങ്ങും മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതാണ്, ആ പ്രഹസനമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്, വേറെ ഒന്നല്ല. വീണ്ടും ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുത്തതിൻ്റെ ശേഷം വീണ്ടും ബാക്ക് ടു വർക്ക്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറച്ച് അധികം ഹെക്റ്റിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും കുക്ക് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ എന്താ കഴിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകുട്ടൻ തലേ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് അവൻ്റെ നൈറ്റ് ഷിഫ്റ്റിന് പനീറും പിന്നെ ബ്രെഡിൽ പനീർ സ്റ്റഫ് ചെയ്തിട്ട് കൊണ്ടുപോയേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവന് വിശന്നില്ല, അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിച്ചേക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെയല്ല. അപ്പോൾ സമയം ഏകദേശമായി, ഞാൻ കണ്ടില്ലേ ഇന്ന് കുറച്ചധികം ഹെക്റ്റിക്കാണ്. ഇതുകൊണ്ട് കുറച്ചധികം എനിക്ക് എന്താ പറയുക, മൊത്തത്തിലൊരു ക്ഷീണം, തലവേദനയ്ക്ക് എന്തൊക്കെയൊക്കെയൊക്കെയൊക്കെയോ അയ്യോ എന്ന് പറയുന്നത് കണ്ടോ.
അപ്പോൾ ഏകദേശം 5:15 ആയിട്ടുണ്ട്. ഞാൻ ശ്രീകുട്ടനെ പോയിട്ട് വിളിക്കാൻ പോവാണ്. മേലെ ഉറങ്ങുകയാണല്ലോ ആശാൻ. പക്ഷേ ഇന്ന് ശ്രീകുട്ടന് വർക്കില്ല, ശ്രീകുട്ടൻ്റെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. എനിവേസ് ഞാൻ എൻ്റെ വർക്ക് അവിടെ ലോഗ് ഓഫ് ചെയ്തു. ആൻഡ് ഇനി എൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല ഗൈസ്. അവിടെ ഒരു ലാപ്ടോപ്പ് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലാപ്ടോപ്പ് ഓൺ ആവും. കാരണം എനിക്ക് ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, കിഡ്സ് ബാച്ച് ഉണ്ട്. പക്ഷേ ആ കിഡ്സ് ബാച്ചിൻ്റെ ഡാൻസ് ക്ലാസ്സും പിന്നെ എൻ്റെ ലേഡീസ് ബാച്ചിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ എനിക്കൊരു ഒരു ഡാൻസുമായി എപ്പോഴും കണക്ഷനിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാട്ടോ. ആൻഡ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എൻ്റെ ക്ലാസ്സസൊക്കെ. അപ്പോൾ അതുണ്ട്. പിന്നെ അപ്പോഴാണ് ഓർത്തത്, കിച്ചണിൽ ഞാൻ റൈസ് വെച്ചിട്ടുണ്ട്, ഇന്ന് ചോറാക്കാമെന്ന് വിചാരിച്ചു രാത്രി. കാരണം എനിക്ക് വേറെ ഒന്നും കുക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും ഉണ്ടായിരുന്നില്ല. കറികളൊക്കെ തലേ ദിവസത്തെ സെറ്റായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ ജോലിയില്ല. ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഡിന്നർ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി എൻ്റെ ഫോണിൽ ഫുള്ളാണ് ഇപ്പോൾ സ്റ്റോറേജ്, എല്ലാ ദിവസവും വീഡിയോ എടുക്കണോണ്ട്. അപ്പോൾ എന്തോ റൈസും കറികളൊക്കെ കൂട്ടി ഞങ്ങൾ ഡിന്നർ കഴിച്ചു. പിന്നെ ഇതെൻ്റെ ഡക്ക് വാക്കാണ്. ഞാനിങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് എൻ്റെ കാലിലുള്ള 2 സോക്സും പിന്നെ എൻ്റെ പടക്കോ എന്നുള്ള നടത്തവും നല്ല കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി നടക്കാത്ത ദിവസം നമ്മളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു 15-20 മിനിറ്റ്സ് നടക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് നേരം ഞങ്ങൾ ടി.വിയോ ശ്രീകുട്ടൻ എന്തോ ഫോണിലായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും വിശന്നു ഗൈസ്. ചോറ് നല്ലോണം കഴിച്ചതാ, പക്ഷെ വീണ്ടും വിശന്നു. അപ്പോൾ എന്ത് ഞാൻ ചെയ്തു, ഞാൻ ഒരു ബ്രെഡിൽ ബട്ടർ, ഇതിപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, ബട്ടർ തേച്ചിട്ട് അത് കഴിക്കുകയാണ്. ശ്രീകുട്ടൻ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഇമ്പോർട്ടൻറ്റ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക, ബ്രെഡും ബട്ടറും കഴിക്കുകയാണ് ഗൈസ്. ആൻഡ് ഇതോടെ തീരുന്നില്ല, എൻ്റെ വിശപ്പ് അടങ്ങിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ബേബിക്ക് അന്ന് ഭയങ്കര എന്തൊക്കെയോ വിശപ്പായിരുന്നു തോന്നുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് ഡ്രും ശബ്ദം വീണ്ടും വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു രസത്തിന് കുറച്ച് സോസേജസ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു 2-3 അത് ചുമ്മാ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ പുറത്ത് പോകണോ എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എൻ്റെ മൈൻഡിന് തന്നെ പറഞ്ഞു നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ അങ്ങ് ഒതുക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ഡിന്നറും കഴിച്ചു, പിന്നെ ബ്രെഡും കഴിച്ചു, അത് കഴിഞ്ഞ് സോസേജും കഴിച്ചു ഗൈസ്. എനിവേസ് ഇടയ്ക്ക് ഇതൊക്കെ നല്ലതാണ് അല്ലേ, നല്ല ചൂട് സോസേജൊക്കെ കഴിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി. ആൻഡ് ശ്രീകുട്ടൻ തുണിയൊക്കെ മടക്കി വെക്കുക കേട്ടോ. ഞാൻ അപ്പോഴേക്കും സൈഡായി. അപ്പോൾ ശ്രീകുട്ടൻ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളുടെ തുണി ഫോൾഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഈ വ്ളോഗിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. സൂപ്പറാ എൻ്റെ വീഡിയോസൊക്കെ. പിന്നെ എൻ്റെ സോക്സ് എങ്ങനെയുണ്ട്? ഇത് സോക്സ് അല്ല, സോക്സ് പ്ലസ് സ്ലിപ്പേഴ്സാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ? ശ്രീകുട്ടൻ വാങ്ങിച്ചെന്നാ. ഗുഡ് നൈറ്റ് എന്ന് ശ്രീകുട്ടൻ്റെ വക. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.